ഓഫ് കോഴ്സ് നമ്മുടെ നോർമൽ ഒരു വില്ലൻ കഥാപാത്രം എന്ന് പറയുമ്പോൾ നോർമൽ നമ്മൾ കണ്ടിട്ടുള്ളത് കുറച്ച് ജയൻ്റ് ആണ്, കുറച്ച് ഹെവി ആണ്, അങ്ങനെയൊക്കെ. ഈ ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ വില്ലന്മാരൊക്കെ ഇതിനേക്കാളും ചെറുതാ. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് സിനിമയിൽ പരിചയമുള്ള ആൾക്കാർ ചോദിച്ചു നോക്കും, നല്ല ഗുണ്ടകളേക്കാൾ. അപ്പൊ നമ്മുടെ പെൻസിൽ മാർക്കുള്ള ആൾക്കാർ വിറപ്പിക്കണത്. അതെ, അപ്പോൾ വില്ലൻ ഇവിടെ ഷർട്ടും മുണ്ടും ഒരു ഷോളൊക്കെ ആയിട്ടാണ്. മിഥുൻ ചേട്ടാ, ഇത് വളരെ പെർപ്പസ്ഫുള്ളി ചെയ്തൊരു കാര്യമാണോ? അതേപോലെ തന്നെ വൺ മോർ തിങ്, രാജ്ബി ഷെട്ടി സാറിന് മുമ്പ് കണ്ടപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു, നീവു ഹെഗിത്രേ പഠിച്ചിട്ട് വന്നതാണ്, അത് മറന്നുപോയി അന്ന് ചോദിച്ചപ്പോൾ. അല്ല, എന്തുകൊണ്ട് ഇദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യുന്നുള്ളതിന് എനിക്കൊറ്റ മറുപടിയേ ഉള്ളൂ, ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണു. കാരണം ഇദ്ദേഹത്തെ അല്ല, ഞാൻ പറഞ്ഞത് മറ്റാട് ഇയാളെ കണ്ട് ഭ്രമിച്ചിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. ഗരുഡഗമനെ കണ്ട് നമ്മളിങ്ങനെ ഇതാരാണ് ഇയാൾ എന്നുള്ള അന്തം വിടലിലാണ് ഇദ്ദേഹത്തെ നമ്മൾ ഈ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു സിനിമ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. കാരണം അദ്ദേഹം ചെയ്ത സിനിമകളുടെ പാറ്റേൺ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ ചിത്രത്തിലേക്ക് ക്ഷണിച്ചത്. ബാക്കി ഇദ്ദേഹം പറയട്ടെ. ഈ ഒരു കോസ്റ്റ്യൂമിന് കൂടെ പറ്റി പറഞ്ഞാൽ നല്ലതായിരുന്നു. ഇത് ഇദ്ദേഹം ഇപ്പം നമ്മൾ വില്ലന്മാരെ പല രീതിയിൽ ക്യാരക്ടർ അധികം പറയുന്നില്ല, പല രീതിയിൽ വില്ലനായിട്ടല്ലേ ഇങ്ങനത്തെ ഒരാൾ. അതെ, നമുക്ക് പക്ഷേ അയാൾ നമ്മൾ പറയുന്ന പോലെ അല്ലെങ്കിൽ അത്ര നന്മകളായിരിക്കില്ല, അയാളുടെ ഭാഗത്ത് അയാൾ റൈറ്റാണ്. അതെ, അപ്പോൾ കോസ്റ്റ്യൂം നമ്മൾ ഒരു ഇദ്ദേഹത്തിന് കണ്ടിട്ടില്ലാത്ത സ്യൂട്ട് കൊടുക്കണോ പാൻറ്റ് കൊടുക്കണോ എന്നൊക്കെയുള്ള ആലോചന. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുണ്ടും ഈ പറഞ്ഞ പോലെ ഒരു ഷർട്ടും ആ ഹെലികോപ്റ്ററിലൊക്കെ വരുന്നതിൻ്റെ കോൺട്രാസ്റ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഒരു തുണ്ടും ഒക്കെ കൊടുത്ത് അങ്ങനെ കോൺട്രാസ്റ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈശാട്ടൻ അത് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ വൈശാട്ടൻ കോസ്റ്റ്യൂമൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ആക്ച്വലി നടക്കുന്നത് ആ കോസ്റ്റ്യൂമിലാണ്. കളർ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം വളരെ യാദൃശ്ചികമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തതിൽ ആയിപ്പോയതാണ്. സ്വന്തം കോസ്റ്റ്യൂംസ് തന്നെയാണ് അപ്പോൾ യൂസ് ചെയ്തത്? അല്ലല്ല, മമ്മൂട്ടി കമ്പനി റിച്ചാണ്, യുനോ. ഒരു വാക്ക് പഠിച്ച് കംപ്ലീറ്റ് ടൗൺ അല്ലേ? ടൗൺ മുതൽ സുരത്കൽ അല്ലേ? സുരത്കൽ കാസർഗോഡ്. കാസർഗോഡ് ജനം എല്ലാം ഉണ്ട്. അവിടെ ഒരു അല്ലിദ്രയുണ്ട്, ഇവിടെ ഒരു ഇല്ലിദ്രയുണ്ട്. ഇക്ക ഞാനും കാസർഗോഡാണ്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ കാസർഗോഡേക്ക് പോകല്ലേ? പിന്നീട് നിങ്ങളുടെ രാജ്ബി ഷെട്ടിയുടെ ഋഷഭ് ഷെട്ടിയുടെ സിനിമയാണ് ഒരു മൊട്ടൈ കഥ ആണ് ആദ്യമായിട്ട് വന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ കന്നഡ സിനിമയിൽ ഉണ്ടായല്ലോ, അത് എങ്ങനെയാണ് നോക്കി കാണുന്നത്? അതിന് മുമ്പ് ആക്ച്വലി പവൻകുമാർ ഒരു പടം ചെയ്തിട്ടുണ്ട്, ലൂസിയ പറഞ്ഞിട്ട്. പിന്നെ ഹേമന്ത് റാവു ഗോതി ബണ്ണ സാധാരണമായി കെട്ടു ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പോൾ V3 Rakshit, Rishabh and me, we are actor and directors and writers. That is the reason we get a lot of credit that we don't deserve, because others have worked also, but we get the credit because actors, because that's a industry where actors get a little more importance than the other technicians. I think it's because when people from non-filmy background come to the industry, they have a original or new story to tell because of the place they are from and because of the culture they have lived in, and they believe in it and the stories change. I think that is one reason maybe presently the changes are coming. I don't think that's we can do better. We can do a lot more aggressively in writing and everything, but yeah, we need a little time. Very well. For example, Avesham was a super duper hit, and Premalu was a very good hit, and Manjumal Boys received very well, and even with the Turbo, the enquiry for the distribution is very good there, and it is gone, sir. I think it's not anymore language cinemas. It's about good cinemas or bad cinemas. If it is good, it will be received in Chennai and Telugu speaking states as well. So if it is bad, it is not at all received in your own state. I think that is the only criteria right now.